الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ നൽകിയത് അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജനിച്ചു വീണത് ഒന്നും അറിയാതെയാണ്. എന്നാൽ അവന് പലതും അറിയാൻ അവന് അവയവങ്ങൾ നൽകിയത് അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിലെ 78-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് അള്ളാഹുവാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ലാ തഅലമൂന ശൈഅ, നിങ്ങൾ ആ ജനിച്ചു വീഴുമ്പോൾ യാതൊന്നും അറിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ പിറന്നു വീണത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും
നൽകിയിരിക്കുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ കാഴ്ച, കേൾവി, നിങ്ങളുടെ ഹൃദയങ്ങൾ എല്ലാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അവയവങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിലെ ഈ അത്ഭുതകരമായ അവയവങ്ങളെല്ലാം അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം അള്ളാഹുവിനെ പഠിക്കാനും ഓർക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിക്കാനും മുന്നോട്ടു പോവാനാണ് ഈ അവയവങ്ങൾ കാരണമാവേണ്ടത്. അള്ളാഹുവിനെ അനുസരിക്കാനാണ് ഇത് നാം ഉപയോഗിക്കേണ്ടത്. അവ ഉപയോഗിക്കാത്ത ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശം അവർ കന്നുകാലികളെക്കാൾ കഷ്ടമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അറാഫിലെ 179 ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലഖദ് ദറൈനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം ആളുകൾ അവർ നരകത്തിന്റെ വിറകുകളായി തീർന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അവ കൊണ്ട് അവർ കാര്യങ്ങൾ കണ്ടറിയുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് കാതുകളുണ്ട്, ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുപയോഗിച്ചവർ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ല. ഉലൈക കല്ലൻആം, എന്നിട്ട് ഖുർആൻ പറയാണ് അവർ അൻആം എന്ന് പറഞ്ഞാൽ കന്നുകാലികളാണ്, അവർ കന്നുകാലികളെ പോലെയാണ്. എന്നിട്ട് ഖുർആൻ അത് തിരുത്തി, ബൽഹും അദല്ല്, അവർ അതിനേക്കാളും കഷ്ടമാണ്, കൂടുതൽ പിഴച്ചവരാണ്. ഉലൈകഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായ ആളുകളാണ്. ആരെ പറ്റിയാണ് പറഞ്ഞത്? അള്ളാഹു തന്ന അവയവങ്ങളെ പറ്റി കാണാതെ, ചിന്തിക്കാതെ, കേൾക്കാത്ത, കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ആളുകളെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ കാഴ്ചയും കേൾവിയും അവനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അവ ഉപയോഗപ്പെടുത്തി അത് ചിന്തിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ നമുക്ക് അറിവിന്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അറിവ് നേടുക എന്നത് നമുക്ക് അള്ളാഹു നൽകിയ അവയവങ്ങൾ കൊണ്ടുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് എന്നതാണ്. ഇസ്ലാമികമായ അറിവുകൾ നമ്മൾ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇറക്കിയ അവന്റെ വഹി, ഖുർആനിന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം, അതേപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇത് പഠിക്കാൻ നമ്മുടെ ഈ അവയവങ്ങൾ കൊണ്ട് കാരണമാകണമെന്നാണ്. എന്നാൽ മതവിഷയങ്ങളിൽ കേവലം ഊഹങ്ങളെയും ധാരണകളെയും മാത്രം പിൻപറ്റി പോന്നിരുന്നവരാണ് മുൻകാല സമുദായങ്ങളായ വേദക്കാർ, അഹ്ലി കിതാബ് എന്ന് പറയുന്ന ആളുകൾ. അവരുടെ നാശത്തിന്റെ കാരണങ്ങളിൽ ഒന്നെണ്ണിയത് അവർ മതവിജ്ഞാനത്തെ അവർ വലിച്ചെറിഞ്ഞു എന്നാണ്. മതപരമായ അറിവുകളെ അവർ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു എന്നാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നത് സൂറത്തുൽ ബഖറയിൽ 87 ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ്, അവരിൽ ഇസ്രായേലരിൽ ഉണ്ട് ചില ആളുകൾ, അവര് അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകൾ. അവിടെ ഇല്ലാ അമാനിയ ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ വെച്ചു പുലർത്തുന്നത് എന്താണ്? ഊഹങ്ങളും വേദഗ്രന്ഥത്തെ പറ്റി ഒന്നും അവർ അറിയാതെ കേവലം ഊഹത്തെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. കേവലം ചില ധാരണകളും ഊഹാപോഹങ്ങളുമാണ് വേദക്കാരായ ആളുകളുടെ വിജ്ഞാനം എന്ന് പറയുന്നത്. അവർ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് അവർ ഇൽമു നേടിയില്ല എന്നതാണ് അവരുടെ നാശത്തിന്റെ കാരണം എന്നാണ്. അതിനാൽ അറിവ് നേടാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നമ്മൾ ബോധപൂർവം സമയങ്ങളെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അറിവ് നേടുന്നതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവിടെ അവസാന വേദഗ്രന്ഥമായ അള്ളാഹുവിന്റെ കലാമായ ഖുർആനുമായി ബന്ധപ്പെട്ട അറിവ് നേടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകൾ എന്നാണ്. ഖുർആൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. മുൻ വേദഗ്രന്ഥമായ തൗറാത്ത് ഉപയോഗപ്പെടുത്താത്ത ജനതയെ പറ്റി സൂറത്തുൽ ജുമായിൽ അള്ളാഹു പറഞ്ഞെന്താ? അവർക്ക് തൗറാത്ത് കൊടുത്തു, അവരുടെ കയ്യിൽ തൗറാത്തുണ്ട്, പക്ഷേ അതവർ വായിച്ചു നോക്കിയില്ല, അവർ അത് പഠിച്ചില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഊഹാപോഹങ്ങളെ പിൻപറ്റി. അവരെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ, തൗറാത്ത് സ്വീകരിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ, തൗറാത്ത് നൽകപ്പെട്ടവർ, എന്നിട്ടത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവർ. കമസലിൽ ഹിമാർ, അവരെ പറ്റി ഖുർആൻ പറഞ്ഞത് അവർ കഴുതകളെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുത പോലെ.
എന്താണ് കഴുതയുടെ പ്രത്യേകത? ആ കഴുതയുടെ മേൽ ഒരുപാട് ഗ്രന്ഥക്കെട്ടുകൾ വഹിപ്പിച്ചു കൊടുത്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കഴുതക്ക് ഇല്ല, അതൊരു ലോഡായി ചുമന്നു പോകും. ഇതുപോലെയാണ് ഈ തൗറാത്തിന്റെ ആളുകൾ, അവരുടെ കയ്യിലുള്ള ഗ്രന്ഥം കഴുതകൾ ഏട് ചുമക്കുന്നത് പോലെയാണ് എന്നാണ് അള്ളാഹു അവരെ ഉപമിച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ബിഇസ മസലുൽ ഖൗമില്ലദീന കദ്ദബു ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയാത്തുകളെ കളവാക്കിയ ഈ ജനത, അവരെത്ര മോശമാണ് അവരുടെ ഉപമ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു ളാലിമുകളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുന്നതല്ല. ഇത് തന്നെയാണ് അജ്ഞാത കാലത്ത്, ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ജാഹിലിയത്തിന്റെ കാലം, അവിടെ പ്രകാശവുമായാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കടന്നു വന്നത്. പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് തന്നെ അവർക്ക് വിജ്ഞാനം, വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. സൂറത്തുൽ ജുമഅയിലെ തന്നെ 2-ാമത്തെ വചനം എന്താണ് ഖുർആൻ പറഞ്ഞത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, അവരിൽ നിന്നു തന്നെ, നിരക്ഷരരായ ആ ജനസമൂഹത്തിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു. യത്ലു അലൈഹിം ആയാതി, അവർക്ക് വേദഗ്രന്ഥം, അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. എങ്ങനെ? വയുഅല്ലിമുഹുമുൽ കിതാബ്, അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. വൽ ഹിക്മ, തത്വജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഖുർആൻ അവിടെയാണ് പരിവർത്തനം ഉണ്ടാക്കിയത്. പഠനത്തിലൂടെയാണ്, വിജ്ഞാനത്തിലൂടെയാണ് അജ്ഞാത കാലത്തെ ജനങ്ങളെ ഇസ്ലാം പരിവർത്തിപ്പിച്ചത്. എന്നിട്ട് അവരുടെ പിന്നെ ഭൂതകാലം എങ്ങനെയായിരുന്നു, കഴിഞ്ഞ കാലം, വൈൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴിപിഴവിലായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ആ ജനതയാണ് പ്രവാചകൻ പരിവർത്തിപ്പിച്ചെടുത്തത്. അപ്പൊ നിരക്ഷരരായ ആ പ്രവാചകൻ അവരിലേക്ക് നിയുക്തനായി. പ്രവാചകനും നിരക്ഷരനായിരുന്നു. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനങ്ങൾ എന്താണ്? അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ആദ്യത്തെ ഖുർആനിലെ വചനം, ഒന്നാമത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ ഓതിക്കൊടുത്ത ആദ്യത്തെ വചനാമൃതങ്ങൾ എന്താണ്? സൂറത്തുൽ അലഖിലെ ആദ്യ ആയത്തുകളാണ്, 5 ആയത്തുകൾ. എന്താ? ഇഖ്റ, നീ വായിക്കുക. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. വായനയെ, പഠനത്തെ, വിജ്ഞാനത്തെ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചു. എങ്ങനെയാണ് വായിക്കേണ്ടത്? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യൻ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, അലഖിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുക്കൽ അക്രം, ഇഖ്റ, നീ വായിക്കുക ഏറ്റവും വലിയ ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ അറിയാത്തത് അവൻ പഠിപ്പിച്ചു. എത്ര വ്യക്തമാണ്! ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ 6000-ലധികം ആയത്തുകളുള്ള ഖുർആനിന്റെ ആദ്യത്തെ വചനങ്ങളാണ്, വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അവിടെയാണ് അജ്ഞാത കാലത്തെ മനുഷ്യരെ ജ്ഞാനിയാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പരിവർത്തിപ്പിച്ചെടുക്കുകയായിരുന്നു. ഇതിൽ നിന്ന് അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, അറിവുള്ളവൻ, അറിവില്ലാത്തവൻ, അവർ ഒരിക്കലും സമമാകില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എങ്ങനെയാണ് സമമാവുക? പഠിച്ചവനും പഠിക്കാത്തവനും, ദീൻ അറിഞ്ഞവനും ഖുർആനും ഹദീസും പ്രവാചക വചനങ്ങളും പഠിച്ച ഒരാളും ദീനിൽ അവഗാഹമില്ലാത്ത പഠിക്കാത്ത ഒരാളും, അവർ രണ്ടും രണ്ടാണ്. അവർ ഒരിക്കലും തുല്യരാവുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമർ 9-ാമത്തെ ആയത്ത് ഖുർആൻ ചോദിക്കുകയാണ്, ഖുൽ, നബിയെ പറയുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യത്തിന് ഉത്തരം? ഒരിക്കലും സമമാവുകയില്ല എന്നാണ്. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് മാത്രമേ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ അറിവ് നേടി ഉന്നതനാകണമെന്നാണ് ഖുർആൻ പറയുന്നത്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ താല്പര്യം അതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അറിവ് നേടുന്നതിന് ഏറ്റവും വലിയ പ്രോത്സാഹനവും പ്രാധാന്യവും കൊടുത്ത ഒരു മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അറിവ് അന്വേഷിക്കുന്നത് ഇത് ആരുടെയെങ്കിലും പണ്ഡിതന്മാരുടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും അറബിക് കോളേജുകളിൽ പഠിക്കുന്ന വ്യക്തികളുടെ മാത്രം മേലുള്ള ബാധ്യതയാണോ ഇസ്ലാമിൽ? ഇസ്ലാമികമായ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുകൾ നേടുക എന്നത്, ഇൽമു നേടുക എന്നത് ഒരിക്കലുമല്ല. എല്ലാ മുസ്ലിമീങ്ങളുടെയും അവരുടെ മേലുള്ള ഒരു നിർബന്ധമായ ബാധ്യതയാണ് എന്നാണ്. എന്താണ് ഹദീസ്? ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു. എന്താ പ്രവാചകൻ പറഞ്ഞത്? ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിന്റെ മേൽ
അറിവ് നേടൽ നിർബന്ധമാണ് എന്നാണ്. ഫരീളത്തു എന്ന് പറഞ്ഞാൽ ഫർളാണ് എന്നാണ്. അറിവ് നേടൽ നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ അറിവ് നമ്മൾ സമ്പാദിക്കണമെന്നാണ്. ഏതാണ് ഈ അറിവ്? നമുക്ക് ഇൽമുൻ നാഫിയായ അറിവാണ്, ഉപകാരപ്രദമായ അറിവ്. അത് വിശുദ്ധ ഖുർആനാകുന്ന, ഹദീസാകുന്ന, അങ്ങനെ ഇസ്ലാമികമായ വിജ്ഞാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ അറിവ് നേടിയ ഒരു വ്യക്തി, ഇസ്ലാമികമായ ഇൽമു നേടിയ ഒരു വ്യക്തി, അവനിൽ എന്തുണ്ടാകും? അവൻ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടാൻ ആ ഇൽമു കാരണമാകും. ഒരാൾ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അല്ലെ, 99 നാമങ്ങൾ ഒരാൾ അതിന്റെ ഡീപ്പ് സ്റ്റഡി നടത്തിയാൽ, ആഴമേറിയ പഠനം ഒരാൾ നടത്തിയാൽ, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫൂറാണ്, അവനിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം വർദ്ധിക്കും. അവൻ തിന്മകളിൽ നിന്ന് പിറകോട്ടടിക്കും. അവൻ കൂടുതൽ നന്മകളിൽ സജീവമായി മുന്നോട്ട് പോകും. എങ്ങനെ? അറിവ് നേടുമ്പോൾ അവൻ ഉന്നതനാകും. അള്ളാഹുവിനെ പറ്റിയുള്ള പേടി ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, പേടിക്കുന്നത് മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ളവരാണ് അടിമകളിൽ, അള്ളാഹുവിന്റെ അടിമകളിൽ ഇൽമു നേടിയ ആളുകളാണ് അള്ളാഹിനെ പേടിക്കുന്നത്. ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അള്ളാഹു പ്രതാപശാലിയും പാപം പൊറുക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ തോതനുസരിച്ചായിരിക്കും ഒരാളുടെ ഖുശൂ, ഭയഭക്തിയും അവന്റെ അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയും എന്നാണ്. അപ്പൊ അള്ളാഹിനെ ഭയപ്പെടാത്ത ഒരാളോ അവന്റെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും അറിഞ്ഞവർ അതനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കും എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവ് നേടുന്നതിൽ നമ്മൾ പ്രത്യേകമായ ഒരു താല്പര്യം, നമ്മുടെ ജീവിതത്തിൽ അതിനൊരു കൃത്യമായ ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി അറിവില്ലാത്ത കേവലം ആരാധനകളിൽ മുഴുകുന്നവനേക്കാൾ അറിവുള്ള, ഇൽമുള്ള ഒരു വ്യക്തിയാണ് ഫളിലുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ഹദീസുകളിൽ നമ്മൾ കാണാം. അവിടെ ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്, വൈന ഫളൽ ആലിമി അലൽ ആബിദി കഫളിൽ ഖമരി ലൈലത്തുൽ ബദർ. അതെ, ഒരു പൂർണ്ണ ചന്ദ്രൻ ആരാധനകളിൽ മുഴുകുന്ന ഒരു ആബിദ്, ഒരു ആരാധനകളിൽ മുഴുകുന്ന ഒരു ആബിദായ മനുഷ്യനേക്കാൾ അറിവുള്ളവന്റെ മേന്മ എത്രയാണ്? പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ മറ്റു നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള മേന്മ പോലെയാണ്, ചന്ദ്രൻ പ്രശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രനെ പോലെയാണ് ഒരു ആബിദിനേക്കാൾ ഒരു ഇൽമുള്ള വ്യക്തി എന്നാണ്. അതുപോലെയുള്ള അറിവുള്ള ഒരാൾക്ക് അവിടെ മറ്റുള്ളവരെക്കാൾ സ്ഥാനമുണ്ട് എന്നാണ്. മാത്രമല്ല, മതവിജ്ഞാനം എന്നത് അമ്പിയാക്കൾ, അല്ലെ, ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ ഇവിടെ വിട്ടേച്ചുപോയ അനന്തര സ്വത്താണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനന്തര സ്വത്താണ്. അനന്തര സ്വത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പണവും പണ്ടവും പറമ്പും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ഒരു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അതെ, അറിവുള്ള പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, അമ്പിയാക്കൾ ദീനാറുകളോ ദിർഹമുകളോ അനന്തരമായി വിട്ടേച്ചിട്ടില്ല. വഇന്നമാ വറസുൽ ഇൽം, അവർ അനന്തരമായി നൽകിയത് ഇൽമാണ്, അറിവാണ്. പണമോ പണ്ടമോ ഒന്നും അവർ അടുത്ത തലമുറക്ക് ബാക്കി വെച്ചല്ല പോയത്. അവർ വിജ്ഞാനത്തിന്റെ ആ മഹാവെളിച്ചമാണ് അവർ ബാക്കിയാക്കിയത്. ഫമൻ അഖദഹു ഫഖദ അഖദ ബിഹല്ലിൻ വാഫിർ, അതിനാൽ ആരെങ്കിലും അത് എടുക്കുന്നുവെങ്കിൽ അവൻ ഏറ്റവും നല്ല ഓഹരി തന്നെ എടുക്കട്ടെ എന്നാണ്. സഹാബികൾ അനന്തര സ്വത്തിന്റെ പ്രാധാന്യം തന്നെ അറിവിന് നൽകിയെന്നാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെ നോക്കി അദ്ദേഹം പറഞ്ഞു, മുഴുകിയ ആളുകളോട് അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു എന്നാണ്. എന്താണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യം? ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ദാലിക മീറാസു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്സം. അങ്ങാടിയിൽ പോയിട്ടാണ് അബൂ ഹുറൈറ വിളിച്ചു പറയുന്നത്, ഇതാ മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂല് അനന്തര സ്വത്ത് അത് വീതം വെച്ചു കൊടുക്കുകയാണ് ആളുകൾക്ക്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, വഅൻതും ഹാഹുന, നിങ്ങൾ ഇപ്പോഴും ഈ അങ്ങാടിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്തിരിക്കുകയാണോ? ലാ യദ്ഹബൂൻ, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാതെ, ഫതഖുദൂന നസീബകും മിൻഹും, അവിടെ പോകാതെ നിങ്ങളുടെ ഓഹരി എടുക്കാതിരിക്കുകയും ചെയ്യാണോ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ? റസൂലുള്ള അനന്തര സ്വത്ത് അവിടെ വീതം വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ കൂടി അവിടെ അബൂ ഹുറൈറ പറഞ്ഞപ്പോ ആളുകളൊക്കെ പള്ളിയിലേക്ക് എന്ത് ചെയ്യാണ്? ചെല്ലാണ്. അനന്തര സ്വത്ത് വീതം വെച്ച് കൊടുക്കുകയാണ്, ഓഹരി വെച്ച് കൊടുക്കുകയാണ് എന്നാണ് അബൂ ഹുറൈറ പറഞ്ഞത്. അങ്ങനെ പള്ളിയിലെത്തിയവർ അവിടെ ഒന്നും അങ്ങനെ ഒരു അനന്തര സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്നതൊന്നും വിതരണം ചെയ്യുന്നതൊന്നും അവർ കണ്ടില്ല.
അങ്ങനെ അവർ തിരിച്ച് വീണ്ടും അങ്ങാടിയിലേക്കോ അവിടെ വന്ന് അബൂ ഹുറൈറയോട് അവർ ചോദിക്കുകയാണ്, യാ അബാ ഹുറൈറ, അല്ല അബൂ ഹുറൈറ, ഫഖദ് അത്തൈനൽ മസ്ജിദ്, ഞങ്ങൾ പള്ളിയിലേക്ക് പോയി, പള്ളിയിലെത്തി. എന്നിട്ട് ഫദഖൽന, ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ച്, ഫലം നറാ ഫീഹി ശൈഅൻ യുഖ്സം, അവിടെ ഒന്നും വിതരണം ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങളല്ലേ പറഞ്ഞത് അനന്തര സ്വത്ത് പ്രവാചകൻ പിന്നെ അവിടെ ഓതി വെച്ച് കൊടുക്കുന്നു എന്നത്. അപ്പോൾ അബൂ ഹുറൈറ വീണ്ടും അവരോട് ചോദിച്ചു, അമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദൻ, നിങ്ങൾ പള്ളിയിൽ അവിടെ ഒരാളെയും നിങ്ങൾ കണ്ടില്ലേ പോയിട്ട്? അപ്പൊ അവര് പറഞ്ഞു, റഅയ്നാ ഖൗമൻ, ഞങ്ങൾ അവിടെ കണ്ടത് ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടർ യുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നു, വഖൗമൻ യഖറഊനൽ ഖുർആൻ, മറ്റൊരു കൂട്ടർ ഖുർആൻ അവരിങ്ങനെ ഖിറാഅത്ത് ചെയ്യാണ്, അവർ പാരായണം ചെയ്യുകയാണ്. വഖൗമൻ, മറ്റൊരു കൂട്ടരോ യതദാകറൂനൽ ഹലാല വൽ ഹറാം, മറ്റൊരു കൂട്ടർ ഹലാലും ഹറാമും ചർച്ച ചെയ്യുന്നതുമാണ് ഞങ്ങൾ കണ്ടത്. അവരിങ്ങനെ പഠിക്കാണ്, എന്താണ് ഹറാം, എന്താണ് ഹലാൽ, അതൊക്കെ ഹദീസുകൾ വെച്ച് അവരിങ്ങനെ പഠിക്കാണ്. അപ്പോൾ അബൂ ഹുറൈറ ഈ ആളുകളോട് പറഞ്ഞു, വൈഹക്കും, നിങ്ങൾക്ക് നാശം, ഫദാക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുതന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത്. അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രവാചകൻ വിതരണം ചെയ്ത ഓതി വെച്ചു കൊടുത്ത അനന്തര സ്വത്ത് അത് ഇൽമാണ്, അറിവാണ്. ആ അറിവാകുന്ന അനന്തര സ്വത്തിന് നിങ്ങൾ ചെന്ന് അത് ആ വിജ്ഞാനം നേടണമെന്നാണ് അബൂ ഹുറൈറ ഉദ്ദേശിച്ചത്. അപ്പോൾ വലിയ ഒരു നേട്ടമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ വിജ്ഞാനം നേടുന്നതിലൂടെ നമുക്ക് കിട്ടും. മാത്രമല്ല അള്ളാഹു ഒരു ഖൈർ, ഒരു നന്മ ഒരാളിൽ വരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാൾക്ക് എന്ത് കൊടുക്കുന്നതാണ്? ഹദീസിൽ വന്നു, മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അതിലാണ് ഈ ആശയമുള്ളത്. അള്ളാഹു ഒരാൾക്ക് ഒരു ഖൈർ വരുത്താൻ, ഒരു വ്യക്തിയിൽ ഒരു ഖൈർ വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് ഒരു കാര്യം, ഒരു സംഗതി കൊടുക്കുമെന്നാണ്. എന്താണ്? അവന് പണമോ അതല്ലെങ്കിൽ അധികാരമോ അല്ലെങ്കിൽ വലിയ ആ നിലക്കുള്ള നേട്ടങ്ങളോ ആണോ? അല്ല. റസൂല ഹദീസിൽ പറയാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അള്ളാഹു ഒരു ഖൈർ വരുത്തണം, ഒരു നന്മ വരുത്തണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവന് ദീനിൽ അള്ളാഹു വിജ്ഞാനം, അവഗാഹം അവന് നൽകുമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ദീൻ പഠിക്കാനുള്ള മനസ്സും സമയവും ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹു നമുക്ക് ഒരു നന്മ വരുത്താൻ ഉദ്ദേശിച്ചു. ഇനി അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തിരക്കും, നമ്മുടെ ന്യായവും നമ്മുടെ സമയമില്ലായ്മയും ഒക്കെ പറഞ്ഞ് ഖുർആൻ ക്ലാസ്സും ഹദീസ് ക്ലാസ്സുകളും വിജ്ഞാന സദസ്സുകളും ഇങ്ങനെ പഠന ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ഭൗതിക തിരക്കുകൾ മാത്രം അത് പറഞ്ഞു പെരുപ്പിച്ച് അതിൽ സമയം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത് നമ്മിൽ അള്ളാഹു ആ നന്മ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ ഇൽമിന്റെ വഴിയിലേക്ക് അവനെ കൊണ്ടുവരുമെന്നാണ്. അപ്പൊ അറിവന്വേഷിക്കുന്നവർക്ക് എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ധാരാളം സൗഭാഗ്യങ്ങൾ അറിവ് നേടുന്നവർക്ക് അള്ളാഹു ഓഫർ ചെയ്തു. ധാരാളം ആയത്തുകളിലും ഹദീസുകളിലും വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഒന്ന്, അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്നാണ്. ധാരാളം ഹദീസുകളിൽ പറഞ്ഞ ഒരാശയമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിലേക്ക് ഇറങ്ങി, എന്തിന്? യത്ലുബു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിലേക്ക് ഇറങ്ങാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തിനാണ്? ഖുർആൻ പഠിക്കാനാണ്, ഹദീസ് പഠിക്കാനാണ്. അവൻ ആ വഴിയിലേക്ക് ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുർഖിൽ ജന്ന, അതെ, അവൻ സ്വർഗപാതകളിൽ നിന്നൊരു പാത അള്ളാഹു അവന് എളുപ്പമാക്കി നൽകുന്നതാണ്. എവിടത്തേക്കാണ് അവൻ പോയത്? അള്ളാഹുവിനെ പറ്റി പഠിക്കാനാണ്, ഖുർആൻ പഠിക്കാനാണ്, ഹദീസ് പഠിക്കാനാണ്. എന്നിട്ടോ മറ്റൊരു പ്രത്യേകത ഇതേ ഹദീസിലാണ്, വ്യത്യസ്ത ഫളലുകളാണ് പറയുന്നത്. വഇന്നൽ മലായികത ലതലു അജ്നിഹതഹാ റിദൽ ലിത്വാലിബിൽ ഇൽം, മലക്കുകൾ അറിവന്വേഷിക്കുന്നവനോടുള്ള ആ പ്രവർത്തനത്തിലുള്ള തൃപ്തി കാരണം ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. അടുത്ത ഫളൽ എന്താ? ഒരു അറിവിന്റെ സദസ്സിൽ ഇരിക്കുന്ന നേടുന്നവന്റെ ഫളൽ എന്താണ്? ഇതൊക്കെ നമുക്കൊരു ഖുർആൻ ക്ലാസ്സിൽ, ഒരു ഹദീസ് ക്ലാസ്സിൽ, ഒരു ദർസിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ വലിയ നേട്ടങ്ങളാണ്, ഫളലുകളാണ്. എന്താ? മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ളവർ മുഴുവൻ അറിവ് നേടുന്നവർക്ക് വേണ്ടി പാപമോചനം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. വൽ ഹീതാന ഫീ ജൗഫിൽ മാ, വെള്ളത്തിനടിയിലെ മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാളത്തിനുള്ളിലുള്ള ഉറുമ്പുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്കാണ്? ഇൽമു നേടുന്ന, ഇൽമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ ആബിദിനേക്കാളുള്ള ഫളല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി അസൂയ എന്നത്
അത് ഏറ്റവും വെറുത്ത മോശപ്പെട്ട ഒരു ദുർഗണമായി എണ്ണിയപ്പോ ആ അസൂയ പോലും അനുവദിച്ച ഒരു ഏരിയ ഏതാ? അസൂയ. അറിവുള്ളവനെ കാണുമ്പോൾ അതുപോലെ എനിക്കും അറിവ് നേടണം, അല്ലെ? അസൂയ എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താപ്പെടാനും അത് അങ്ങനെ കാണാൻ വേണ്ടിയും അവയെല്ലാം തനിക്കു ലഭിക്കണമെന്ന ആ ദുശ്ചിന്തയാണ് യഥാർത്ഥത്തിൽ അസൂയ. എന്നാൽ മറ്റുള്ളവർക്ക് കിട്ടിയ ആ അറിവ് എനിക്കും കിട്ടണമെന്ന ആഗ്രഹം, ഈ വിഷയത്തിൽ അള്ളാഹു അനുവാദം നൽകിയതാണ്. ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നൈൻ റജുലുൻ അതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്. ഒരാൾക്ക് അള്ളാഹു കുറേ സമ്പത്ത് കൊടുത്തു, ആ സമ്പത്തിൽ അയാൾ നന്മയിൽ ചെലവാക്കാണ്. ആ വ്യക്തിയെ പോലെ എനിക്കുമാകണം. അനുവദനീയമായ ഒരു അസൂയാണ്. വറജുലുൻ അതാഹുൽ ഹിക്മ. ഒരാൾക്ക് അള്ളാഹു അറിവ് നൽകി, അതുപയോഗിച്ച് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അയാൾ അമല് ചെയ്യുന്നു. ഫഹുവ യഖ്ലി ബിഹ വയുഅല്ലിമുഹ. അങ്ങനെ ഒരാളെ കണ്ടിട്ട് അയാൾക്ക് എന്ത് ചെയ്യണം? അസൂയ തോന്നണം. ഈ നിലക്കുള്ള അസൂയകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നമുക്ക് അറിവിന്റെ മേഖലയിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാനും ആ അറിവ് നേടുന്ന ആളുകളായി മാറാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമു നേടുന്ന, ആ ഇൽമനുസരിച്ച് അമല് ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് ഏതാണ്? നമ്മൾ ആദ്യം പഠിക്കേണ്ട അറിവ് ഏതാണ്? പലപ്പോഴും അറിവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതികമായ അറിവുകളുണ്ട്. അതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഒരാൾ ഭൗതികമായ ആ നിലക്കുള്ള അറിവുകൾ ഒരാൾ നേടുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ അറിവ് യഥാർത്ഥത്തിൽ ദീനിയായിട്ടുള്ള വിജ്ഞാനമാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു പേടിയും തഖ്വയും ഒക്കെ ഒരാളിൽ ഉണ്ടാവുക എന്നതാണ്. ഒരു ഡോക്ടർ, അയാൾക്ക് ഈ ആത്മീയമായ ഒരു അറിവ് അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു എഞ്ചിനീയർ, അയാൾക്ക് ഈ ആത്മീയമായ മതപരമായ അറിവ് അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ അയാൾ ഉണ്ടാക്കും. അയാൾക്ക് ആ ഒരു സൂക്ഷ്മതാബോധവും സാമ്പത്തിക രംഗത്തും അയാൾക്ക് വിശുദ്ധി കൈവരിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ അദ്ദേഹത്തിലൂടെ മറ്റുള്ളവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ, നല്ല എഞ്ചിനീയർ, എല്ലാത്തിനും അടിസ്ഥാനപരമായ അറിവ് ഉണ്ടാവേണ്ടത് നമുക്ക് മതപരമായ ഒരു അറിവിന്റെ അടിസ്ഥാനം ഉണ്ടാകണം. അവിടെ ഒന്നാമത്തെ അറിവ് എന്താണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതുപോലെ ഫഅലം, നീ അറിയുക, നീ പഠിക്കുക, നീ മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന അറിവ്, ആ സത്യമാണ്, ആ കലിമത്തു തൗഹീദാണ് ഏറ്റവും വലിയ ഇൽമ് എന്നാണ്. അതിന്റെ 2 റുക്നുകളാണ്. ഒന്ന്, ആദ്യ ഭാഗം നഫിയാണ്, നിഷേധമാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ബ്ലാങ്ക് ആണ്. എന്നാൽ ഒന്നു മാത്രം, ഇല്ലല്ലാ, പിന്നെ മറ്റൊന്നിനെ സ്ഥിരപ്പെടുത്തുകയാണ്, അല്ലാഹുവല്ലാതെ. അപ്പോൾ അല്ലാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനക്കർഹൻ. ആരാധനയുടെ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യവും അല്ലാഹുവല്ലാത്ത സൃഷ്ടികളിലേക്ക് പോയാൽ അത് ശിർക്കാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേവലം അതിന്റെ പദങ്ങളും അതിന്റെ കേവലം മലയാളത്തിലുള്ള അർത്ഥങ്ങൾ പഠിക്കുക മാത്രമാണോ? അല്ല. ഇസ്ലാമികമായ അഖീദ, വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് വിശാലമായ ഒരു അറിവിന്റെ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട്, അതിന്റെ ശുറൂത്തുകളുണ്ട്, പണ്ഡിതന്മാർ എണ്ണിപ്പഠിപ്പിച്ച ഇതിന്റെ വിജ്ഞാന അതിന്റെ ഡീപ്പായ ആഴത്തിലുള്ള വിജ്ഞാനങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ അറിവന്വേഷിച്ച് പ്രത്യേകം ഹദീസിൽ കാണാം, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു, അറിവാണ് ലക്ഷ്യം. മൻ ഗദാ ഇലൽ മസ്ജിദ് ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ, ഒരു ഖൈർ പഠിക്കലല്ലാതെ വേറൊന്നും ഉദ്ദേശമല്ല. ആൾ പള്ളിയിലേക്ക് പോവുകയാണ്. ഔ യുഅല്ലിമഹു കാന ലഹു കാജിരി ഹാജിൻ താമ്മൻ ഹജ്ജതഹു, അവന് പരിപൂർണ ഹജ്ജു ചെയ്തവന്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്ന ഹദീസ്. ദീനു പഠിക്കാനുള്ള അവസരങ്ങൾ പള്ളികൾ കേന്ദ്രമായി നമ്മൾ ഉണ്ടാക്കി മാറണം. അവിടെ ഹദീസുകൾ പഠിക്കുന്ന, അവിടെ ഖുർആൻ പഠിക്കുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് ഇവിടെ പ്രഭാത സമയം, മൻ ഗദാ എന്നാണ് പറഞ്ഞത്, സുബഹി നമസ്കാരത്തിനു ശേഷമുള്ള അത്തരം സമയങ്ങൾ. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കാണാം, കുൻ ആലിമൻ, നീ ഒന്നുകിൽ പണ്ഡിതനാവുക, ഔ മുത്തഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമാവുക.
അറിവ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥിയാവുക. ഔ മുസ്തമിയൻ ഔ മുഹിബൻ, അല്ലെങ്കിൽ അറിവ് അത് പ്രവർത്തിക്കുന്ന, അത് കേൾക്കുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന ആളാകുക. വലാ തകുനിൽ ഖാമിസത ഫതഹ്ലക്, നീ അഞ്ചാമത്തവൻ നീ ആവരുത്, അപ്പോൾ നീ നശിച്ചു പോകും. ഇതിലൊന്നും പെടാത്തവനായി നീ മാറരുത് എന്നാണ്. അതിനാൽ അറിവ് നേടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് അറിവ് നേടാൻ എമ്പാടും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മളിലുണ്ട്, നമുക്കിവിടെയുണ്ട്. ഇവിടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. മഗ്രിബിന് ശേഷം ഇശാ നമസ്കാരം വരെ പിന്നെ ഖുർആൻ പഠന ക്ലാസ്, ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടന്നു വരികയാണ്. അതേപോലെ ലേഡീസിന് പ്രത്യേകമായി, സഹോദരിമാർക്ക് പ്രത്യേകമായി അവരുടെ ഒരു വനിതാ ഫാക്കൽറ്റി തന്നെ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ആ വിജ്ഞാനത്തിന്റെ വഴികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പോയി ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമ്മൾ തിരക്കുകൾ പറയുമ്പോഴും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ തിരക്കുകൾ പറയാൻ പോലും നമുക്ക് ന്യായമില്ല. കാരണം ഓൺലൈനായുള്ള എത്രയോ സംരംഭങ്ങൾ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ, ഖുർആൻ അതിന്റെ തഫ്സീറുകൾ പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയുണ്ട്. നമ്മുടെ പീസ് റേഡിയോ എന്നത് നമുക്കറിയാം 24 മണിക്കൂറും അതിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹി ആയിട്ടുള്ള ധാരാളം ദർസുകൾ, ധാരാളം ക്ലാസ്സുകൾ നമുക്ക് അതിൽ കോഴ്സുകളായി നമുക്ക് ഓരോ പാർട്ടായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, അത്തരം സംവിധാനങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ഈ അറിവിന്റെ മേഖലയിൽ നമ്മൾ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണം. എന്താണ്? അറിവ് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ അതിനായി അറിവ് നേടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താണ്? ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, അധികരിച്ച് കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഏക കാര്യം അത് അറിവിന്റെ കാര്യത്തിലാണ്. സൂറത്ത് ത്വാഹ 114 എന്താ? വഖുർ റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. റബ്ബേ, വളരെ ചെറിയ പ്രാർത്ഥനയാണ്. റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ എന്നാണ്. പിന്നെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാര ശേഷം പതിവാക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന. എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. 3 കാര്യമാണ് ചോദിക്കുന്നത്. എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. 3 കാര്യമായിട്ട് ചോദിക്കണം. എന്താ? ഒന്ന് ചോദിക്കുന്നത് ഇൽമൻ നാഫിഅ, വെറും ഇൽമു എന്നല്ല പറഞ്ഞത്, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ നാഫിയായ വിജ്ഞാനം. വരിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായ ഉപജീവനം. 3 വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമൽ. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമൽ, അതേപോലെ വിശുദ്ധമായ ഉപജീവനം, അതേപോലെ ഉപകാരപ്പെടുന്ന വിജ്ഞാനം. ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കുക, ആത്മാർത്ഥമായ അറിവിനായി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് നേടുകയും ആ അറിവ് നേടി ആ അറിവ് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് ആ നിലക്ക് മരണം വരെ ആ തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗം നീ പൂർണ്ണമായി ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു നീ അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു ഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.